ഹലോ, നമ്മളിപ്പോൾ വന്നത് കോയമ്പത്തൂർ ആദിയോഗി ഇഷ ഫൗണ്ടേഷനിലാണേ. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടൊന്ന് പോയതാണ്, ഒരാഗ്രഹം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സാധിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവിടെ പോയപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അവിടെ ചെറിയ വർക്ക് നടക്കുകയാണ്, ഭഗവാന്റെ എന്തോ പെയിൻ്റൊക്കെ കയറി പോകുന്നു, അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ഞാൻ ബാക്ക് വശത്ത്, അതായത് മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്, ശിവലിംഗം, പിന്നെ ലിംഗഭൈരവി. ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയാൽ ഒരു പ്രത്യേക വൈബാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, മെഡിറ്റേഷനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. പിന്നെ അവിടെയൊക്കെ തിരക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്, ഫോണ്, കാര്യങ്ങളൊന്നും അവിടേക്ക് അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ കൗണ്ടറാണ് അവിടെ കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ആ ഭാഗത്താണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ കുറേ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ, ആൾക്കാർ നടന്നു പോകാൻ, ഞങ്ങളുടെ സ്റ്റാച്യൂൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർ കൂടുതലും. നല്ല വെയിലാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ 10:30 ആയിരുന്നു. മോർണിംഗ് ഇറങ്ങിയതാണ്, 10:30 ആകുമ്പോൾ അവിടെ എത്തി. എനിക്ക് വഴി അറിയാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. കണ്ടു ഭഗവാന്റെ അതൊക്കെ കണ്ട് പിന്നെ അങ്ങോട്ട് ഞാൻ നടന്ന്. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. നല്ല വെയിലുണ്ട് ആ ഭാഗം. കണ്ടോ കാളവണ്ടികളും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ഒറ്റയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ, അല്ല എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ പോയപ്പോൾ ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷം. പിന്നെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ അമ്പലത്തിലേക്ക് എല്ലാവരും ഒന്ന് പോകാൻ നോക്കാം. വന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ശരിക്കും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ശരിക്കും കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ. കണ്ടോ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഞാൻ വന്നിറങ്ങി കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ടൈമാണുള്ളത്. ആ ടൈമാകുമ്പോഴേക്കും ഇവിടെയൊക്കെ നല്ല തിരക്കായി. കണ്ടോ